സുഹൃത്തുക്കളെ, പാലസ്തീൻ അങ്ങനെ ഒരു രാജ്യമില്ലെന്നാണ് നാസ്തിക സംഖ്യകളൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തുകയാണ് എന്നാണ് പറയുന്നത്. ക്രിസംഖികൾക്ക് വേണ്ടി, സംഖ്യകളെ ഞാൻ ഒഴിവാക്കുകയാണ്, ക്രിസംഖികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ പാലസ്തീൻ ക്രിസ്ത്യാനികൾ അവരാരുടെ കൂടെയാണ്? ഇസ്രായേലിന്റെ കൂടെയാണോ മുസ്ലിങ്ങളുടെ കൂടെയാണോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ നമുക്ക് ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. ഇത് ഞാൻ ഇംഗ്ലീഷ് മലയാളീകരിച്ചതാണ്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ട്രാൻസ്ലേഷനിൽ ഉണ്ടാകും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്താണ് ഈ പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് അഭയം കൊടുത്തതുകൊണ്ടാണ് ലബനാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നാസ്തിക സംഖ്യകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ കിടപ്പുവശം എന്താണെന്ന് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു. പാലസ്തീൻ ക്രിസ്ത്യാനികൾക്കും അഭയാർത്ഥികൾക്കും പാലസ്തീൻ ജനതയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും പോരാട്ടങ്ങളിലും സവിശേഷവും പ്രാധാന്യവുമുള്ളതുമായ ഒരു പങ്കുണ്ട്. ജെറുസലേം, ബത്ലഹേം, നസറേത്ത്, ഇവിടെയാണ് യേശു ജനിച്ചതെന്ന് തോന്നുന്നു, തുടങ്ങിയ ക്രിസ്ത്യാനിറ്റിയുടെ ചില പുണ്യസ്ഥലങ്ങൾ പാലസ്തീനിൽ ഉള്ളതിനാൽ അവരുടെ സാന്നിധ്യം ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ നാളുകൾ മുതലുള്ളതാണ്. നിലവിലെ ജനസംഖ്യ കുടിയേറ്റവും സംഘർഷവും കാരണം പാലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും മൊത്തം ജനസംഖ്യയുടെ 2% താഴെ മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവർ വളരെ വലിയ ശതമാനമാണ്. അപ്പോൾ വലിയ ശതമാനം ക്രിസ്ത്യാനികളും അവിടെ നിന്ന് പോയി. അതാണ് പറയുന്നത്. കമ്മ്യൂണിറ്റികൾ പാലസ്തീൻ ക്രിസ്ത്യാനികളും താമസിക്കുന്ന ബത്ലഹേം, റാമല്ല, ജെറുസലേം, നസറേത്ത് ഇസ്രായേലിനുള്ളിലുള്ള നഗരമാണ്. ഭൂരിപക്ഷവും ഓർത്തഡോക്സ്, കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയാണ് ഏറ്റവും വലുത്. വെല്ലുവിളികൾ, അവരെന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്നുള്ളത്? പാലസ്തീൻ ക്രിസ്ത്യാനികൾ അധിനിവേശത്തിന് കീഴിൽ ജീവിക്കുന്ന മറ്റു പാലസ്തീനികളെ പോലെ സമാനമായ വെല്ലുവിളികൾ നേരിടുന്നു. ഇസ്രായേൽ അധിനിവേശം, സഞ്ചാരം, ഭൂമി നഷ്ടപ്പെടൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ബാധിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയ അസ്ഥിരത, വിദേശത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ കാരണം നിരവധി ക്രിസ്ത്യാനികൾ പാലസ്തീൻ വിട്ടു. ഇത് അവരുടെ മാതൃരാജ്യത്ത് ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നതിന് കാരണമായി. ആന്തരികവും ബാഹ്യവുമായ സമ്മർദ്ദങ്ങൾ. പാലസ്തീനിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മുസ്ലിം അയൽക്കാരുമായി പൊതുവെ നല്ല ബന്ധമുണ്ടെങ്കിലും സമൂഹത്തിലെ കൂടുതൽ യാഥാസ്ഥിക വിഭാഗങ്ങളിൽ നിന്ന് അവർ ചിലപ്പോൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കുന്നു. സ്വാഭാവികം. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷം അവരുടെ ജീവിതത്തെയും ബാധിക്കുന്നു. അവരുടെ എണ്ണം കുറവാണെങ്കിലും പാലസ്തീൻ ക്രിസ്ത്യാനികൾ പാലസ്തീൻ സമൂഹത്തിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവർ സമാധാനത്തിനും നീതിക്കും വേണ്ടി വാദിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഹനാൻ അഷ്റാവി, എഡ്വേർഡ് സെയ്ദ് എന്നിവരെ പോലുള്ള നിരവധി ശ്രദ്ധേയരായ പാലസ്തീൻ വ്യക്തികളും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. പാലസ്തീൻ അഭയാർത്ഥി പ്രതിസന്ധി ആധുനിക ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ അഭയാർത്ഥി പ്രതിസന്ധികളിൽ ഒന്നാണ്. 1948 മുതൽ ഇസ്രായേൽ സ്ഥാപിതമായത് ലക്ഷക്കണക്കിന് പാലസ്തീനികളെ കുടിയിറക്കുന്നതിലേക്ക് നയിച്ചു. അഭയാർത്ഥി പ്രതിസന്ധിയിലെ പ്രധാന നിമിഷങ്ങൾ. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ രാഷ്ട്രമായി മാറിയതിന്മേൽ നിയന്ത്രണം സ്ഥാപിച്ചതിനാൽ 7 ലക്ഷത്തിലധികം പാലസ്തീനികൾ അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പലായനം ചെയ്യുകയോ ചെയ്തു. ഈ അഭയാർത്ഥികളും അവരുടെ പിൻഗാമികളും ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന 5 ദശലക്ഷത്തിലധികം വരും. 1967 6 ദിവസത്തെ യുദ്ധം പാലസ്തീനികളെ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക്, ഗാസ, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ കൂടുതൽ കുഴിപ്പിക്കലിന് കാരണമായി. പാലസ്തീൻ അഭയാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവർ ഇപ്പോൾ എവിടെയാണ്? ഏറ്റവും കൂടുതൽ പാലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും. അത് കഴിഞ്ഞാൽ ജോർദാൻ, ലബനാൻ, സിറിയ എന്നുൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ചില അഭയാർത്ഥികൾ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നിവയുൾപ്പെടെയുള്ള ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ പുനരധിവസിച്ചിട്ടുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകൾ. പാലസ്തീനിയൻ അഭയാർത്ഥികളും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ തിങ്ങിനിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സംരക്ഷണം, അടിയന്തര സഹായം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ നൽകുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയാണ് ഈ ക്യാമ്പുകൾ പലപ്പോഴും നിയന്ത്രിക്കുന്നത്. തിരിച്ചുവരാനുള്ള അവകാശം. പാലസ്തീൻ അഭയാർത്ഥികളുടെ ഒരു കേന്ദ്ര പ്രശ്നം തിരിച്ചുവരാനുള്ള അവകാശമാണ്. പല പാലസ്തീനികളും തങ്ങളുടെ പൂർവിക ഭവനങ്ങളിലേക്ക് മടങ്ങാനുള്ള അവകാശം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് ഇസ്രായേൽ പാലസ്തീൻ ചർച്ചകളിൽ വളരെ വിവാദപരമായ വിഷയമാണ്. പൗരത്വമില്ലായ്മ. പല അഭയാർത്ഥികളും പ്രത്യേകിച്ച് ലബനാനിലും സിറിയയിലും ഉള്ളവർ പൗരത്വമില്ലാത്തവരായി തുടരുകയും നിയമപരമായ വിവേചനം നേരിടുകയും ചെയ്യുന്നു. അവർക്ക് പലപ്പോഴും തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, മറ്റു അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം പരിമിതമാണ്. രാഷ്ട്രീയവും സാമൂഹികവുമായ പോരാട്ടങ്ങൾ. UNRWAയും ഇന്റർനാഷണൽ എയ്ഡും പാലസ്തീനിയൻ അഭയാർത്ഥികൾ അന്താരാഷ്ട്ര സഹായത്തെയാണ് ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് UNWAയിൽ നിന്നുള്ള സഹായം. എന്നിരുന്നാലും ഫണ്ടിംഗ്
സ്ഥിരതയില്ലാത്തതാണ് മതിയായ സേവനങ്ങൾ നിലനിർത്തുന്നതിൽ വെല്ലുവിളികളിലേക്ക് നയിക്കുന്നു. അന്താരാഷ്ട്ര വേദികൾ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നതിനാൽ പ്രവാസികളായ പലസ്തീനികൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അഭയാർത്ഥികളും അവരുടെ പിൻഗാമികളും അവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരത്തിനായി ലോബി ചെയ്യുന്നത് തുടരുന്നു. മടങ്ങി വരാനുള്ള അവകാശത്തിനും അവരുടെ നാടുകടത്തലിന് അംഗീകാരത്തിനും ഊന്നൽ നൽകുന്നു. പാലസ്തീൻ ക്രിസ്ത്യാനികളും അഭയാർത്ഥികളും തമ്മിലുള്ള ബന്ധം 1948-ലും 1967-ലും പാലസ്തീനികൾ ക്രിസ്ത്യാനികൾ പലായനം ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ന് ചില പാലസ്തീനിയൻ അഭയാർത്ഥികൾ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രവാസത്തിലുള്ള ക്രിസ്ത്യൻ പാലസ്തീനികൾ ജോർദാൻ, ലബനാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും വിദേശത്തും കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അഭയാർത്ഥികളുടെയും അധിനിവേശത്തിന് കീഴിൽ ജീവിക്കുന്നവരുടെയും പോരാട്ടങ്ങളെക്കുറിച്ച് പലപ്പോഴും അവബോധം വളർത്തുന്ന പാലസ്തീനിയൻ ക്രിസ്ത്യൻ ഡിസപ്പോറ പാലസ്തീനിയൻ ലക്ഷ്യത്തിനു വേണ്ടി വാദിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആഗോള വീക്ഷണം. പാലസ്തീനിയൻ ക്രിസ്ത്യൻ അഭയാർത്ഥികളും പതിറ്റാണ്ടുകളുടെ സംഘർഷത്താൽ കുഴിയൊഴിപ്പിക്കപ്പെടുകയും ഭിന്നിക്കുകയും ചെയ്ത ഒരു ജനതയുടെ വിശാലമായ കഥയെ പ്രതിനിധീകരിക്കുന്നു. അവരുടെ എണ്ണം കുറവാണെങ്കിലും പാലസ്തീനിയൻ ക്രിസ്ത്യാനികൾ പ്രദേശത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ ചരിത്രവുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും സമാധാന ചർച്ചകളും മനസ്സിലാക്കുന്നതിൽ പാലസ്തീൻ അഭയാർത്ഥികൾ പ്രധാനമാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ ശാശ്വത പരിഹാരം കൈവരിക്കുന്നതിനുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് അഭയാർത്ഥികളുടെ പരിഹരിക്കപ്പെടാത്ത അവസ്ഥയാണ്. രണ്ട് സമുദായങ്ങളും പാലസ്തീനിയൻ നാടുകടത്തൽ, സ്വത്വത്തിനും അവകാശങ്ങൾക്കും മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലും വിശാലമായ അനുഭവം എടുത്തു കാണിക്കുന്നു. ഞാൻ ചോദിച്ചു, പാലസ്തീനിയൻ ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ടോ? പാലസ്തീനിയൻ ക്രിസ്ത്യാനികൾ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഇസ്രായേൽ പാലസ്തീൻ കാര്യത്തിൽ മുസ്ലിംകളുടെ അതേ രാഷ്ട്രീയ നിലപാടാണ് പൊതുവെ പങ്കിടുന്നത്. സംഘട്ടനത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് 1948 നക്ബ ഇസ്രായേൽ സ്ഥാപിച്ച സമയത്ത് പാലസ്തീനികളെ കൂട്ടത്തോടെ കുടിയിറക്കിയത് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അധിനിവേശവും അവരുടെ കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്തുന്നു. ഇസ്രായേലിനെ കുറിച്ച് പാലസ്തീനികൾ ക്രിസ്ത്യാനികളുടെ പൊതു നിലപാടിന്റെ ഒരു സംഗതികൾ ഇതാ. ചരിത്രപരമായ സന്ദർഭം, ഇത് നേരത്തെ പറഞ്ഞതാണ്. രാഷ്ട്രീയ നിലപാട്. പാലസ്തീൻ ക്രിസ്ത്യാനികൾ ദീർഘകാലം പാലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. എനിക്ക് തോന്നുന്നു PLO എന്നാണെന്ന് തോന്നുന്നു, പാലസ്തീൻ യാസർ അറഫാത്തിന്റെ ഒക്കെ. അതിൽ ഹനാൻ അഷ്റാവി, ജോർജ് ഹബാഷ് തുടങ്ങിയ പല പ്രമുഖ പാലസ്തീനിയൻ നേതാക്കളും ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും ഇസ്രായേൽ നയങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് പാലസ്തീൻ പ്രദേശങ്ങളുടെ അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുമാണ്. പാലസ്തീൻ അവകാശങ്ങൾക്കുള്ള പിന്തുണ. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുക, പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക, അഭയാർത്ഥികൾക്ക് മടങ്ങി വരാനുള്ള അവകാശം എന്നിവയുൾപ്പെടെ മറ്റ് പാലസ്തീനിയൻ അതേ ആവശ്യങ്ങൾ പാലസ്തീൻ ക്രിസ്ത്യാനികൾ സാധാരണയായി പിന്തുണയ്ക്കുന്നു. അവർ നീതി, മനുഷ്യാവകാശങ്ങൾ, സൈനിക അധിനിവേശമോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത സ്വന്തം നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം എന്നിവ തേടുന്നു. അധിനിവേശത്തിനെതിരെയായ എതിർപ്പ്. മിക്ക പാലസ്തീനികളെപ്പോലെ പാലസ്തീൻ ക്രിസ്ത്യാനികളും വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗാസ ഉപരോധം എന്നിവിടങ്ങളിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തെ എതിർക്കുന്നു. ജെറുസലേമിലെ ചർച്ച് ഓഫ് ഹോളി കൾച്ചർ പോലുള്ള വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരിമിതികൾ ഉൾപ്പെടെ ഭൂമി കണ്ടുകെട്ടൽ, സെറ്റിൽമെന്റ് വിപുലീകരണം, ചലന നിയന്ത്രണങ്ങൾ എന്നിവ പോലുള്ള ഇസ്രായേലി നയങ്ങൾ അവരെയും ബാധിച്ചിട്ടുണ്ട്. മതാന്തര ബന്ധങ്ങൾ. പാലസ്തീൻ ക്രിസ്ത്യാനികൾ പൊതുവെ മുസ്ലിം അയൽക്കാരുമായി നല്ല ബന്ധം ആസ്വദിക്കുകയും മതം പരിഗണിക്കാതെ പലസ്തീനികൾ എന്ന കൂട്ടായ്മ സ്വത്വം പങ്കിടുകയും ചെയ്യുന്നു. പലസ്തീനികൾ എന്ന കൂട്ടായ സ്വത്വം പങ്കിടുകയും ചെയ്യുന്നു. ഇസ്രായേൽ അധിനിവേശത്തിനെതിരായും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള അവരുടെ ആഗ്രഹത്തിലും ഇരു സമുദായങ്ങളും ഒറ്റക്കെട്ടാണ്. പല പലസ്തീനിയൻ ക്രിസ്ത്യാനികളും സമാധാനത്തിനും നീതിക്കും അനുരഞ്ജനത്തിനും വേണ്ടി വാദിക്കുന്നു. ജെറുസലേമിലെ ലാറ്റിൻ പാട്രിയാർക്കേറ്റ്, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച്, പാലസ്തീനിലെയും ഇസ്രായേലിലെ മറ്റു ക്രിസ്ത്യൻ വിഭാഗങ്ങളും ന്യായമായ സമാധാനത്തിനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പലപ്പോഴും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാലും സമാധാനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിൽ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതും പാലസ്തീൻ അവകാശങ്ങളോടുള്ള ബഹുമാനവും ഉൾപ്പെടുന്നു. പാലസ്തീൻ ക്രിസ്ത്യൻ നേതൃത്വവും ആക്ടിവിസവും. ഒരു പ്രമുഖ പാലസ്തീനിയൻ ക്രിസ്ത്യൻ നേതാവും അക്കാദമിക് വിദഗ്ധനും രാഷ്ട്രീയക്കാരനുമായ അഷ്റാവി പാലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളും ഇസ്രായേൽ നയങ്ങളുടെ വിമർശകനുമാണ്. 1990കളിൽ സമാധാന ചർച്ചകൾക്ക് പാലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ വക്താവായി പ്രവർത്തിച്ച അവർ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒരു പ്രമുഖ വ്യക്തിയാണ്. ജെറുസലേം ആസ്ഥാനമായുള്ള ഒരു ക്രിസ്ത്യൻ സംഘടന. ഈ ക്രിസ്ത്യൻ സംഘടന പാലസ്തീനിൽ നീതിയിലും സമാധാനത്തിലും വേരൂന്നിയ വിമോചനത്തിന്റെ ദൈവശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇസ്രായേലി നയങ്ങളെ വിമർശിക്കുകയും അധിനിവേശത്തിനെതിരായ അഹിംസാത്മക ചെറുത്തുനിൽപ്പിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. നിലവിലെ വികാരങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രാഷ്ട്രീയ അസ്ഥിരത, ഇസ്രായേൽ അധിനിവേശത്തിന് അനന്തരഫലങ്ങൾ എന്നിവ കാരണം പാലസ്തീനിയൻ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കുടിയേറി. ഒരു വിശുദ്ധ ഭൂമിയിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഗണ്യമായ കുറവുണ്ടാക്കി. ഇത് പ്രദേശത്തെ ക്രിസ്ത്യൻ മതത്തിന്റെ ഭാവിയെക്കുറിച്ച് ക്രിസ്ത്യൻ നേതാക്കളുടെ ഇടയിൽ ആശങ്ക ഉയർത്തുന്നു. അതിജീവനത്തിനായുള്ള പോരാട്ടം. പാലസ്തീൻ ക്രിസ്ത്യാനികൾ അവരുടെ മുസ്ലിം എതിരാളികളെ പോലെ
ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിൽ ജീവിക്കുന്ന സമ്മർദ്ദം അനുഭവിക്കുന്നു. സംഘർഷം പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കഴിവില്ലായ്മയിൽ പലപ്പോഴും നിരാശ പ്രകടിപ്പിക്കുന്നു. ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങളുടെ ഭാവിയെക്കുറിച്ചും ക്രിസ്തുമതം ജനിച്ച നാട്ടിൽ കുറഞ്ഞു വരുന്ന ക്രിസ്ത്യൻ സാന്നിധ്യത്തെക്കുറിച്ചും അവർ പ്രത്യേകിച്ചും ഉത്കണ്ഠാകുലരാണ്. ചുരുക്കത്തിൽ പാലസ്തീൻ ക്രിസ്ത്യാനികൾ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ അസ്തിത്വം എന്ന നിലയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ അധിനിവേശത്തിന്റെയും പാലസ്തീൻ ജീവിതത്തിൽ അതിന്റെ സ്വാധീനത്തിന്റെയും വെളിച്ചത്തിൽ അവർ മറ്റു പാലസ്തീനികളുടെ അതേ ലക്ഷ്യങ്ങൾ തേടുന്നു. നീതി, സ്വാതന്ത്ര്യം, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ, അവരുടെ രാഷ്ട്രീയം, ദേശീയമായ ഐഡന്റിറ്റി, കുടിയിറക്കം, അധിനിവേശം, ചെറുത്തുനിൽപ്പ് എന്നിവ ഇവിടെ വിശാലമായ പാലസ്തീൻ അനുഭവവുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു. എന്നിരുന്നാലും പാലസ്തീൻ ക്രിസ്ത്യാനികൾ സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള ശക്തമായ വാക്താക്കളാണ്. പലപ്പോഴും പലസ്തീനുകളുടെയും ഇസ്രായേലികളുടെയും അവകാശങ്ങളും അന്തസ്സിനെയും മാനിക്കുന്ന ന്യായമായ പരിഹാരത്തിനായി ആവശ്യപ്പെടും. അപ്പോൾ ഇതാണ് എനിക്ക് ChatGPT പറഞ്ഞു തന്ന പാലസ്തീൻ ക്രിസ്ത്യാനികളുടെ കാര്യം. സഞ്ചാര സ്വാതന്ത്ര്യം, നീതി, ന്യായം, പരസ്പര സഹകരണം ഒക്കെയാണ് പാലസ്തീൻ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെടുന്നത്. പാലസ്തീൻ മുസ്ലിങ്ങളും അതാണ് ആവശ്യപ്പെടുന്നത്. അതിനെ ജിഹാദിസം എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവർ പക്കാ സംഘികളും വെറുപ്പുൽപാദകരും മനുഷ്യരുടെ ശത്രുക്കളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.